മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിന് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. അതേസമയം പുതുതായി 20 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിനീത വിജി ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഈ ഇൻഡോറിലെ സംഭവം, മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം, അത് പകർച്ചവ്യാധിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ചില നടപടികൾ ഉണ്ടായിരിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജിക്ക് കൂടുതൽ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഈ ഉറവിടം, ഈ മലിനജലത്തിന്റെ ഉറവിടം അത് ഒന്ന് തന്നെയാണോ, അതോ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിലേക്ക് ഈ പൈപ്പ് ലൈനിൽ മലിനജലം കലർന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ പുതുതായി 20 കേസുകൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 9416 പേരെ ആരോഗ്യ സംഘങ്ങൾ പരിശോധന നടത്തി. ഇതിൽ 20 പേർക്ക് രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 142 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 11 പേർ ഇപ്പോഴും ICUവിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ സാമ്പിളുകൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിച്ച് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി വന്നിരിക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടി എന്നൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലേക്കുള്ള വാക്കുകൾ ഔദ്യോഗിക രേഖയിൽ ചേർത്തുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ കേന്ദ്ര സംഘത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്നാണ് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.